കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നീ പകൽക്കാലം ഓൺലൈൻ സെന്റർ സ്കൂളുമായിട്ട് നിങ്ങളുടെ ഒപ്പമായിരിക്കുവാൻ ദൈവമൊരുക്കുന്ന വിലയേറപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് യേശു കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. എല്ലാ കൂട്ടുകാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യേശുപ്പച്ചൻ നല്ലവനാകുവാണ്ട് ഓരോ പകൽക്കാലവും നമ്മളെ നടത്തി, ഓരോ ദിവസവും നമ്മൾക്ക് ദാനം നൽകി, നാം ഇന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് നൽകി, നാം ഓരോ നിമിഷവും നമ്മെ നടത്തി ഇന്നത്തെ ഓൺലൈൻ സെന്റർ സ്കൂൾ വരെ കാണുവാൻ നമ്മുടെ യേശു കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ യേശു കർത്താവ് എത്ര നല്ലവനാണ്. യേശു കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത് എല്ലാ കൂട്ടുകാരും കരമുയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ നമ്മുടെ യേശു കർത്താവ് ഒരുപാട് സന്തോഷിക്കും കേട്ടോ. കാരണം എന്താ? ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ് നാം ഓരോ നിമിഷവും സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ യേശുപ്പച്ചനെ നാം എപ്പോഴും സ്തുതിക്കണം. കാരണം നാം ഈ സംസാരിക്കുന്നത്, നമുക്ക് കരങ്ങൾ കൊണ്ട് ഓരോന്നും ചെയ്യുവാൻ സാധിക്കുന്നത്, നമുക്ക് നടക്കുവാൻ സാധിക്കുന്നത് എല്ലാം നമ്മുടെ യേശുപ്പച്ചൻ കാരണമാണ്. ആ യേശുപ്പച്ചനെ സ്തുതിക്കണ്ടേ? ആ യേശുപ്പച്ചൻ ഈ ലോകത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണ്ടേ? എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ മനസ്സിലാക്കാൻ ഇഷ്ടമാണോ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ സെന്റർ സ്കൂൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഓക്കെ, റെഡി? എല്ലാവരും കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിച്ചാലോ? ഓക്കെ. പരിശുദ്ധനും നിത്യനിധിമാനുമായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, അപ്പാ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ നിമിഷത്തിൽ അപ്പന്റെ പാദപീഠത്തിങ്കിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു കർത്താവേ. അപ്പച്ച, അപ്പന്റെ സന്നിധിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ഓൺലൈൻ സെന്റർ സ്കൂളിനെ യേശുപ്പച്ചൻ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ കൃപ അടിയങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പോകേണ്ടുന്ന വഴികളെ കാണിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ എല്ലാ കൂട്ടുകാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാരുടെ മേലും കർത്താവെ അപ്പന്റെ ജ്ഞാനവും വിവേകവും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെ കുറിച്ചുള്ള ജ്ഞാനവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഇറങ്ങുമാറാകണമേ. അപ്പ അടിയങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. കഥയുടെ മേലും ആക്ഷൻ സോങ്ങിന്റെ മേലും വചനത്തിന്റെ മേലും എല്ലാം തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവ് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, കൂടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയാണോ? ഓക്കെ. നാവിലെന്നും നിലനിർത്തണേ ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോൾ എന്റെ അതൃപ്തിയും പിറുപിറുപ്പും ഓർക്കാതന്മേലങ്ങേ ദീർഘം ക്ഷമ കാട്ടിയല്ലോ നീ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോൾ എന്റെ അതൃപ്തിയും പിറുപിറുപ്പും ഓർക്കാതിന്മേലങ്ങേ ദീർഘം ക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപമതി തരയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപമതി ധരയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. മാൻ പേട നീർത്തോടുകളെ കംഷിക്കും പോലെ എൻ ഹൃദയം അങ്ങേ വാഞ്ചിച്ചിടുന്നേ. എന്റെ കാൽകളിന്മേൽ ബലം അങ്ങു പകരുന്നതാ ഉന്നതഗിരികളിൽ നടന്നിടാൻ. മാൻ പേട നീർത്തോടുകളെ കംഷിക്കും പോലെ എൻ ഹൃദയം അങ്ങേ വാഞ്ചിച്ചിടുന്നേ. എന്റെ കാൽകളിന്മേൽ ബലം അങ്ങു പകരുന്നതാ ഉന്നതഗിരികളിൽ നടന്നിടാൻ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹ
ബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇദ്ധരയിൽ നിലനിന്നിടാൻ. അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ഇദ്ധരയിൽ നിലനിന്നിടാൻ. അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ. അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. ഹല്ലേലൂയ. പ്രിയ കൂട്ടുകാരെ, എന്ത് മനോഹരമായ ഒരു ഗാനമാണ് നാം എല്ലാവരും പാടിയത്. അങ്ങേ കൃപ മതി ഈ ധരയിൽ നിലനിന്നിടാൻ. അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണമേ. കൂട്ടുകാരെ, നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നാം ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ശക്തിയില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. നാം ചുറ്റും നോക്കുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും പല പ്രതികൂലങ്ങളും പ്രോബ്ലംസ് നിറച്ചാണ് നമ്മുടെ ചുറ്റിനും. എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം നമ്മുടെ കർത്താവ് നമ്മെ നടത്തുവാനും നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ നമ്മുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവൻ നമ്മുടെ വലതുകരം പിടിച്ചിരിക്കുന്നതാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ വലതുകരത്തിൽ പിടിച്ചാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? അതാണ് പറയുന്നത്, അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ. അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. ബലഹീന വേളകൾ എന്താ? വീക്ക് ആയിട്ടുള്ളത്, വീക്ക്നെസ്. നമുക്ക് വീക്ക്നെസ് തോന്നുന്ന സമയത്ത്, ചില സമയത്ത് നമുക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. എന്നാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നത്തില്ലേ? ഓ, ഇതെന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ആ നിമിഷങ്ങളെല്ലാം, ബലഹീന നേരങ്ങളില്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന നേരങ്ങളില് നമ്മുടെ വലതുകരം പിടിക്കുവാൻ ആര് ശക്തനാണ്? നമ്മുടെ കർത്താവ് ശക്തനാണ്. അപ്പോൾ ക്രിസ്തു എന്ന തലയോളം ഉയരുവാൻ, അതായത് ക്രിസ്തുവിന്റെ സ്വഭാവം, നമ്മുടെ യേശു കർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? അവൻ സ്നേഹമുള്ളവനായിരുന്നു. കാണുന്നത് പോലെ കൊന്നും ഒരാളെ വിധിക്കത്തില്ലായിരുന്നു. ഭയങ്കര സ്നേഹത്തോടെ, ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരെയും പാപങ്ങളെ ക്ഷമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഉയർത്താൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു നമ്മുടെ യേശുപ്പച്ചൻ. അതുപോലൊക്കെ നാമുമായിരിക്കണം. യേശുപ്പച്ചന്റെ തലയോളം ഉയരുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് ഇറങ്ങി വരണം. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമോ? എത്ര പേർക്ക് അറിയാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ട്. ഈ സ്നേഹം, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹം, അതെങ്ങനെയുള്ളതായിരിക്കും? പരിശുദ്ധമായിരിക്കും, നല്ല പ്യുവർ ആയിരിക്കും. നമ്മുടെ യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ലേ? അതുപോലൊക്കെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു ജീവിതം, ക്രിസ്തു എന്ന തലയോളം ഉയരുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. ഓരോ നിമിഷവും നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. യേശുപ്പച്ച, നീ ഈ ഭൂമിയിൽ ജീവിച്ചതുപോലൊക്കെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കർത്താവ് സകല കഷ്ടങ്ങളിൽ കൂടെയും പോയി, പാപം കഴിച്ച് ബാക്കി എല്ലാ കഷ്ടതകളിൽ കൂടെയും കർത്താവ് പോയി. എന്നാൽ ഈ കഷ്ടതകളെ എല്ലാം ദൈവം ജയിച്ചില്ലയോ? നമ്മുടെ കർത്താവ് ഭയങ്കര ശക്തിമാനല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ അതുപോലൊക്കെ ആ ശക്തി നമ്മുടെ ഉള്ളിലും വേണം. അപ്പൊ എല്ലാ കൂട്ടുകാരും അങ്ങനെ ചിന്തിക്കുമല്ലോ. യെസ്, എന്റെ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി എപ്പോഴും എന്റെ കൂടെ കാണും. ആ ഒരു വിശ്വാസത്തോടു കൂടെയും ആ ഒരു സന്തോഷത്തോടു കൂടെയും നാം ഓരോ നിമിഷം ആയിരിക്കണം. എല്ലാ കൂട്ടുകാരും അങ്ങനെ ആയിരിക്കുമോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ഒരു കഥ കേൾക്കാനുള്ള സമയമാണ്. എല്ലാ കൂട്ടുകാരും കഥ കേൾക്കാൻ റെഡിയാണോ? സ്റ്റോറി ടൈമിന് എല്ലാവരും റെഡിയാണോ? എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പൊ നമുക്ക് കേട്ടാലോ? കേൾക്കുന്നതിന് മുൻപ് എല്ലാരും കരമുയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഒച്ചത്തിൽ നാം ഇരിക്കുന്ന സ്ഥലം, ആ സ്ഥലം കുലുങ്ങി പോകത്തക്ക ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ, ദൈവം എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. കഥ കേട്ടാലോ? ഈ കഥ രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. എന്താണ്? രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരില്ലേ? നമുക്ക് ഫ്രണ്ട്സിനെ ഒക്കെ ഒരുപാട് ഇഷ്ടമല്ലേ?
ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും, അവരോട് കളിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ അതുപോലൊക്കെ രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. ഒരാള് ഒരു തവളയായിരുന്നു, ഒരാള് ഒരു എലിയായിരുന്നു. ഒരാൾ ആരാണ്? ഒരു തവള, രണ്ടാമത്തെ ആള് ഒരു എലി. ഒരു ദിവസം ഇവർ രണ്ടുപേരും തവള ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് ചാടി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ എലിയെ കണ്ടത്. എലിയെ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷം തോന്നി. രണ്ടുപേരും പെട്ടെന്ന് ഫ്രണ്ട്സ് ആയി തീർന്നു. നമ്മൾ അങ്ങനല്ലേ, നാം സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം സ്കൂളിലോട്ട് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നാം കാണുവാണെങ്കിൽ നമ്മൾ അവരോടങ്ങ് ഫ്രണ്ട്സ് ആകും. അതുപോലെ തന്നെ ഈ തവളയും ഈ എലിയും ഭയങ്കര ഫ്രണ്ട്സ് ആയി. ഇവരെല്ലായിടത്തും പോയാലും ഒരുമിച്ച് എപ്പോ പോയാലും ഒരുമിച്ച് മാത്രമേ പോകത്തുള്ളൂ. ഒരുമിച്ച് പോകും. എവിടാണെങ്കിലും, ഏതൊരു പ്രോഗ്രാംസിനാണെങ്കിലും ഏതൊരു കല്യാണത്തിനാണെങ്കിലും എല്ലാം ഈ രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തവളയും ഈ എലിയും എല്ലാം ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഈ തവള ഒരു പാമ്പിനെ കണ്ടു. ആരെ കണ്ടു? പാമ്പിനെ കണ്ടു. ഈ പാമ്പ് പെട്ടെന്ന് ഈ തവളയെ വിഴുങ്ങിക്കളയത്തില്ലയോ? അപ്പം തവള ഇത് കണ്ടോണ്ട് തവള ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു. തവള പേടിച്ചു. അതിനു മുൻപ് ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവരുടെ ഇടയിലുള്ള ആ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് തവളയുടെ ഒരു കാലും എലിയുടെ ഒരു കാലും കൂടെ എന്ത് ചെയ്തു? കൂട്ടിക്കെട്ടി. എന്ത് ചെയ്തു? ആ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് തവളയുടെ ഒരു കാലും എലിയുടെ ഒരു കാലും കൂടെ കൂട്ടിക്കെട്ടി. ഈ പാമ്പിനെ കണ്ട സമയത്തുണ്ടല്ലോ, അന്നേരം ഇവരുടെ കാലിൽ ഈ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ഈ ഒരു കയർ അവിടെ ഉണ്ട്. പാമ്പിനെ കണ്ടോണ്ടേ ഈ തവള വെള്ളത്തിലോട്ടൊറ്റ ചാട്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയ കൂട്ടുകാരെ, തവള മാത്രമാണോ വെള്ളത്തിൽ പോയേ? അല്ല, കൂട്ടത്തില് ആ കാലിൽ കെട്ടിയിരിക്കുന്നോണ്ട് ആ എലിയും കൂട്ടത്തില് വെള്ളത്തിലോട്ടങ്ങ് പോയി. കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തവളയ്ക്ക് വെള്ളത്തിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ എലിക്ക് അങ്ങനെയുണ്ടോ? എലിക്ക് അങ്ങനെ അല്ല. എനിക്കത് പറ്റത്തില്ല. അപ്പോൾ എലി എന്ത് ചെയ്തു കാണും? സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എലിക്ക് എന്ത് സംഭവിച്ചു? എലി ചത്തുപോയി. എന്നാൽ തവളയോ? തവളയും പിന്നീട് ജീവിച്ചു. കൂട്ടുകാരെ, ഫ്രണ്ട്സ് എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ എല്ലാ ഫ്രണ്ട്ഷിപ്പും എല്ലാ കൂട്ടുകെട്ടുകളും എപ്പോഴും എന്തായിരിക്കണമെന്നില്ല, ശരിയായിരിക്കണമെന്നില്ല. നാം ചിന്തിക്കും അവർ നല്ല ഫ്രണ്ട്സ് ആണ്, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും നല്ലതാണെന്ന് വേണമെങ്കിൽ നാം ചിന്തിച്ചേക്കാം. എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. തവളയാണെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞോണ്ടല്ലായിരിക്കാം, അവന്റെ പ്രാണരക്ഷാർത്ഥം അങ്ങനെ ചെയ്തതാണ്. പക്ഷേ തവളയുടെ ജീവൻ ആ നിമിഷം രക്ഷയായി തീർന്നപ്പോൾ എലിയുടെ ജീവൻ അവിടെ എന്ത് ചെയ്തു? നഷ്ടമായി പോയി. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും നാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മറ്റൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഒരു ബോണ്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില ബന്ധങ്ങൾ എന്തിലേക്കും പോകാം? നമ്മെ വെള്ളത്തിലേക്ക് ഇട്ടുകളയുന്നതും നമ്മളെ തീയിലേക്ക് ഇട്ടുകളയുന്നതുമായ ഫ്രണ്ട്ഷിപ്പ് ആകാം. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ ആരായിരിക്കണം? അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം ചിന്തിക്കുമ്പോൾ മുമ്പേ നാം പറഞ്ഞു, ഒരിക്കലും വെള്ളത്തിലോട്ടും നമ്മെ തീയിലോട്ടും കുഴിയിലോട്ടും ഒന്നും ഇട്ട് കളയാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ ഒരിക്കലും കുഴിയിൽ ചാടിക്കാത്ത ആളായിരിക്കണം, നമ്മളെ തീയിലേക്ക് ഇഴയ്ക്കാത്ത ആളായിരിക്കണം, വെള്ളത്തിൽ കളയാത്ത ആളായിരിക്കണം. ആരായിരിക്കും ആ ബെസ്റ്റ് ഫ്രണ്ട്? നമ്മുടെ യേശു കർത്താവാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്. കാരണം എന്താണ്? ആ തവളയുടെയും എലിയുടെയും കാലിൽ രണ്ടും കൂട്ടിക്കെട്ടിരുന്ന കെട്ട് പോലൊക്കെ, അല്ലെങ്കിൽ അതിലും ശക്തിയേറിയ ഒരു കെട്ട് നാമും നമ്മുടെ യേശു കർത്താവും ഉണ്ടെങ്കിൽ, നാമും ദൈവവും തമ്മിലുണ്ടെങ്കിൽ ഒരിക്കലും അത് കുഴിയിലോട്ടല്ല, സൗഭാഗ്യങ്ങളിലേക്ക് നേരെ അത് മുകളിലോട്ട്, ഉയർച്ചയിലോട്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ബന്ധമായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. നമുക്ക് താഴ്ച ഉണ്ടായാലും നമുക്ക് ഉയർച്ച ഉണ്ടായാലും നമ്മുടെ കർത്താവ് കർത്താവിന്റെ കരങ്ങളിൽ വഹിക്കും, നമ്മളെ പൊതിയും, നമ്മളെ ചേർത്ത് പിടിക്കും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നമ്മളെ തള്ളിക്കളയത്തില്ല. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിൽ എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഏറ്റവും നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട്, അതായത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ മുറിച്ചു കളയാൻ പറ്റത്തില്ല. അപ്പോൾ നാം ചിന്തിക്കണം, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം? ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കണം, ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ യേശുവായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം? സ്ട്രോങ്ങർ ആയിരിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ നാം എന്ത് ചിന്തിക്കണം?
യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം. യേശുപ്പച്ച, ഞാനും നീയും തമ്മിലുള്ള ബന്ധം എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കണം, ഭയങ്കര ക്ലോസർ ആയിരിക്കണം എന്ന് കർത്താവിനോട് നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. എല്ലാ കൂട്ടുകാരും അങ്ങനെ ആയിരിക്കുമോ? എല്ലാ കൂട്ടുകാരും അങ്ങനെ പ്രാർത്ഥിക്കുവോ? ഓക്കെ, എല്ലാ കൂട്ടുകാരും പ്രാർത്ഥിക്കുമല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായോ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി. ഓക്കെ, അപ്പൊ കരമെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ എല്ലാവരും. ഓക്കെ, എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തത് ആക്ഷൻ സോങ്ങിനുള്ള സമയമാണ്. നമുക്ക് ആദ്യം ആക്ഷൻ സോങ് കേൾക്കാം, പിന്നീട് അതിന്റെ ലിറിക്സ് എഴുതിയെടുക്കാം, പിന്നീട് ആക്ഷൻ ചെയ്യാം. ഓക്കെ. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഗാനം ഇഷ്ടമായോ? നമുക്ക് ലിറിക്സ് എഴുതിയെടുത്താലോ? അതിനുശേഷം നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ഓക്കെ. Jesus loves me, this I know, for the Bible tells me so. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. They are weak but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. Okay, എല്ലാ കൂട്ടുകാർക്കും ഈ ഗാനത്തിന്റെ അർത്ഥം മനസ്സിലായോ? യേശു എന്നെ സ്നേഹിക്കുന്നു, ദൈവവചനം അത് പറയുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതാണ്, ഞങ്ങൾ വീക്കാണെങ്കിലും ഞങ്ങൾ കർത്താവ് സ്ട്രോങ്ങർ ആണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾ വീക്കാണെങ്കിലും ഞങ്ങൾ കർത്താവ് സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ചേർന്ന് പാടിയാലോ? Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. ഓക്കെ, ഇപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഗാനം മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ആക്ഷൻ ചെയ്താലോ? റെഡി അല്ലേ എല്ലാ കൂട്ടുകാരും? ഓക്കെ. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്താലോ? Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me, for the Bible tells me so. ഓക്കെ, ദൈവം എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഈ ഗാനം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഒരു ആക്ഷൻ സോങ് കൂടി പഠിക്കാനുണ്ട്. റെഡിയാണോ എല്ലാ കൂട്ടുകാരും? നമുക്ക് ആക്ഷൻ സോങ് കേട്ടാലോ? ഓക്കെ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ. എൻ ദൈവം അത്യുന്നതൻ, ഓ
എൻ ദൈവം അത്യുന്നതൻ. വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ. എൻ ദൈവം അത്യുന്നതൻ, എൻ ദൈവം അത്യുന്നതൻ. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലിറിക്സ് എഴുതിയെടുത്താലോ? റെഡി അല്ലേ എല്ലാ കൂട്ടുകാരും? സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. വലത്ത് കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. ഒരു പ്രാവശ്യം കൂടെ പറയാം. വലത്ത് കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്ത് കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. ഓക്കെ, എല്ലാ കൂട്ടുകാരും ലിറിക്സ് എഴുതിയിട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടിയാലോ? സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ, എൻ ദൈവം അത്യുന്നതൻ. ഓക്കെ കൂട്ടുകാരെല്ലാവർക്കും ഈ ഗാനം ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ആക്ഷൻ ചെയ്താലോ? എല്ലാ കൂട്ടുകാരും റെഡി അല്ലേ? ഓക്കെ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം, പ്രപഞ്ചനാഥൻ തൻ നന്മ എന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. ഓ ലാല ലാല, ഓ ലാല ലാല, ഓ ലാല ലാല. എൻ ദൈവം അത്യുന്നതൻ. വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും ആർത്തു പാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം.
വലത്തു കൈ നീട്ടി ഇടത്തു കൈ നീട്ടി അവന്റെ സ്നേഹം എന്നെന്നും അത്തുപാടിടാം. തലകളാട്ടിയാട്ടി കൈകൾ ചേർത്തു കൊട്ടി തൻ സ്നേഹം വർണ്ണിച്ചിടാം. ഓ ലല്ലലാ, ഓ ലല്ലലാ, ഓ ലല്ലലാ, എൻ ദൈവം അത്യുന്നതൻ. ഓ ലല്ലലാ, ഓ ലല്ലലാ, ഓ ലല്ലലാ, എൻ ദൈവം അത്യുന്നതൻ, എൻ ദൈവം അത്യുന്നതൻ. ഓക്കെ, കൂട്ടുകാരെല്ലാവരും ഈ ഗാനം എഴുതിയെടുത്തു, മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ആക്ഷൻ സോങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും വചനം കേൾക്കുവാനുള്ള സമയമാണ്. എല്ലാ കൂട്ടുകാർക്കും വചനം കേൾക്കാൻ റെഡിയാണോ? ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ച വചനം എന്ന് പറഞ്ഞ ഏത് ഭാഗത്തു നിന്നായിരുന്നു നാം പഠിച്ചത്? നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചത് നോഹയും പെട്ടകത്തെയും കുറിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നോഹയെ കുറിച്ച് നാം ഏറ്റവും കൂടുതൽ എന്താണ് പറഞ്ഞത്? നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനും ആയിരുന്നു. അപ്പോൾ നോഹയെ കുറിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നോഹയെ കുറിച്ച് അറിയാവുന്നത്? നോഹ എന്ന പേരുള്ള നിഷ്കളങ്കനും നീതിമാനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പിന്നെ പെട്ടകം ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പാപം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നു, തെറ്റുകൾ വർദ്ധിച്ചു, ദുഷ്ടന്മാർ പെരുകി. ആ നിമിഷം യഹോവയാൻ ദൈവം തീരുമാനിച്ചു ഭൂമിയെ ഒരു ജലപ്രളയം ഉണ്ടാക്കി അതിൽ ആൾക്കാരെ എല്ലാം അങ്ങനെ നശിപ്പിക്കാമെന്നു. എന്നാൽ നോഹയെ മാത്രം ദൈവം വെടിവെച്ചു. കാരണം നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു. അതായത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ ജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? നോഹ. അപ്പോൾ ദൈവം എപ്പോഴും നിഷ്കളങ്കതയും നീതിയെയും നോക്കുന്ന ഒരാളാണ്. നാമും എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നാം എന്താണ് ദൈവത്തിൽ നിന്ന് നോഹ എന്താണ് പ്രാപിച്ചത്? ദൈവത്തിൽ നിന്ന് നോഹയ്ക്ക് എന്ത് ലഭിച്ചു? ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോൾ ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നവരായിട്ട് നാം ഓരോ നിമിഷവും ആയിരിക്കണം. ഇന്നും നമുക്ക് നോഹയെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത്. നാം കഴിഞ്ഞ പ്രാവശ്യം 1ാം ഭാഗമായിരുന്നു പഠിച്ചത്. ഇനി അതിനുശേഷം ജലപ്രളയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആൾക്കാരെ നോഹയും കുടുംബവും പിന്നെ ജീവജാലങ്ങളെല്ലാം ആണും പെണ്ണുമായി വേർതിരിച്ച് നോഹ പെട്ടകത്തിലേക്ക് കയറ്റി. പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്ക് കാണണ്ടേ? നമുക്ക് വായിച്ചാലോ? ഇന്നത്തെ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും വീട്ടിൽ കൂടി പറയാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും പിന്നെ 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചാലോ? വായിക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഓക്കെ, എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടല്ലേ? റെഡി, നമുക്ക് വായിക്കാം. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ കൂടി ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴെയുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെ മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കോണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തെഴിയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂജലജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശിക്ഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. കൂട്ടുകാരെ, നാം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയാം ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. അതിനുശേഷം എന്തുണ്ടായി? അവിടെ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവിടെ ജലപ്രളയം ഉണ്ടായി. അവിടെ ഭയങ്കരമായിട്ടുള്ള ജലപ്രളയം ഉണ്ടായി. അവിടെ എന്താ നമുക്ക് കാണുവാൻ കഴിയുന്നത്? നോഹയും നോഹയുടെ കുടുംബവും അല്ലാതെ വേറെ ആരും എന്ത് ചെയ്തില്ല? ബാക്കിയുള്ളവരെല്ലാം, മനുഷ്യരും മൃഗജാലങ്ങളും എല്ലാം സസ്യലതാദികളും എല്ലാം എന്ത് ചെയ്തു?
വെള്ളത്തിന് കീഴടങ്ങേണ്ടി വന്നു. വെള്ളത്തിൽ മരിച്ചു പോകുവാനിടയായി ചേർന്നു. മനുഷ്യരെല്ലാവരും വെള്ളത്തിൽ മരിച്ചു പോകുവാനിടയായി ചേർന്നു. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് നാം ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ചതും ഈ ആഴ്ച പഠിക്കുമ്പോഴുമെല്ലാം നോഹയ്ക്ക് ആ ഭാഗങ്ങളിൽ ദൈവം പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, നോഹയ്ക്ക് ദൈവത്തിന്റെ ആ കൃപ ലഭിച്ചു എന്ന് കാണിക്കത്തക്കവണ്ണം നാം ഒരുപാട് വചനം കണ്ടല്ലേ. നോഹയെ ദൈവം ഓർത്തു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനിടയായി ചേർന്നു. നോഹയുടെ പേരിനെ ഭയങ്കരമായിട്ട് പോയിന്റ് ചെയ്തുകൊണ്ട്, ഭയങ്കര സ്പെസിഫൈഡ് ആയിട്ട്, ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കൂട്ടുകാരെ, അതുപോലെ തന്നെ ഈ ഭാഗം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, നോഹയും അവനോടുകൂടെ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയും, നോഹയ്ക്ക് ദൈവം എന്തോരം ഇമ്പോർട്ടൻസ് കൊടുത്തുവെന്ന്. നോഹയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ദൈവം കൊടുക്കണമെങ്കിൽ നോഹയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നല്ലോ കൂട്ടുകാരെന്ന് ചേർന്ന് പറഞ്ഞേ. നോഹയുടെ സ്വഭാവം, നോഹ നിഷ്കളങ്കനും നീതിമാനും ആയിരുന്നു. അപ്പോൾ നാമും അങ്ങനെ ആയിരിക്കണം. നാമും അങ്ങനെ ആയിരുന്നാൽ എന്താണ് അതിന്റെ ഗുഡ്നസ്? നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കും. കർത്താവിന്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെ കാണും. കർത്താവ് നമ്മളെ എപ്പോഴും സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തും. അപ്പോൾ നമുക്ക് അടുത്തത് വായിച്ചാലോ? 8-ാം അധ്യായം വായിക്കാം. ദൈവം നോഹയെ അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കൂട്ടുകാരെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അടുത്ത ഭാഗം തുടങ്ങുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞ്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തു. നാം ഇപ്പോഴും നോക്കണം, നോഹയ്ക്ക് ദൈവം എന്തോരം ഇമ്പോർട്ടൻസ് കൊടുത്തു. നോഹയെ ഓർത്തുകൊണ്ട്, നോഹയും നോഹയുടെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ഓർത്തുകൊണ്ട് ഒരു ഭൂമിയുടെ മേലൊരു കാറ്റടിപ്പിച്ചു. അതിനുശേഷം വെള്ളം നിലയ്ക്കുവാൻ ഇടയായി തീർന്നു. കൂട്ടുകാരൻ ആലോചിച്ച് നോക്കിയേ, നോഹയും കൂട്ടനും ഒക്കെ താഴെ ഇറങ്ങി വരണ്ടേ? എപ്പോഴും ആ പെട്ടകത്തിൽ കിടന്നാൽ മതിയോ? അപ്പോൾ നോഹയെ ഓർത്തുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആ ജലപ്രളയത്തെ നിർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആകാശത്തിലെ കിളിവാതിൽ, വെള്ളം എവിടെ നിന്നൊക്കെ വരുന്നോ ആ സ്ഥലങ്ങളെല്ലാം, ആ സോഴ്സുകളെല്ലാം ദൈവം എന്ത് ചെയ്തു? അടച്ചു. അങ്ങനെ വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. 10-ാം മാസം, കൂട്ടുകാരൻ ശ്രദ്ധിച്ചേ, പെട്ടകം ഏത് പർവ്വതത്തിലാണ് ഉറച്ചത്? പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടായിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം പോയതുവരെയും പോയി വന്നും കൊണ്ടിരുന്നു. കൂട്ടുകാരെ, നാം ഇവിടെ നോക്കുമ്പോൾ വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 10-ാം മാസം 1-ാം തീയതി ആയപ്പോഴത്തേക്കും പർവ്വത ശിഖരങ്ങൾ, പർവ്വതങ്ങളും മറ്റും മരങ്ങളും എല്ലാം നമുക്ക് നോഹയ്ക്ക് കാണുവാനിടയായി തീർന്നു. അങ്ങനെ വന്ന ശേഷം നോഹ എന്ത് ചെയ്യുന്ന വെച്ചാൽ കിളിവാതിൽ തുറന്നു. അപ്പോൾ ഈ വാതിൽ അടച്ചതാരായിരുന്നു? എല്ലാ കൂട്ടുകാരെന്ന് പറഞ്ഞ പെട്ടകത്തിന്റെ വാതിൽ അടച്ചതാരായിരുന്നു? യഹോവയ ദൈവമായിരുന്നു. ഇപ്പോൾ കിളിവാതിൽ തുറന്നത് ആരാണ്? നോഹയാണ് കിളിവാതിൽ തുറന്നത്. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അപ്പോൾ ആ പെട്ടകത്തിൽ നിന്ന് ആദ്യം പോയ ഒരു ജീവി ഏതാണ്? മലങ്കാക്കയാണ് ആദ്യം നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടത്. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ നിമിഷമൊക്കെ എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ആ ഒരു വാട്ടർ ലെവല് ദൈവമാണെങ്കിൽ എല്ലാം അടച്ചുവെങ്കിലും, സോഴ്സുകളെല്ലാം അടച്ചുവെങ്കിലും വെള്ളം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് ഇറങ്ങിപ്പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പോൾ വെള്ളത്തിന്റെ ആ ഒരു അവിടെ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കാണുവാനിടയായിരുന്നു. അതുകൊണ്ട് മലങ്കാക്ക എന്ത് ചെയ്തു? അങ്ങ് പോകാതെ തിരിച്ച് മടങ്ങി വന്നു. തിരിച്ചു പോയി വന്നുകൊണ്ട് ഇരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. ഈ മലങ്കാക്കയെ മാത്രമല്ല, ഒരു പ്രാവിനെയും കൂടെ ആര് പുറത്തുവിട്ടു? നോഹ പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. നാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രാവിനെ അയച്ചപ്പോഴും പ്രാവിന് എന്താണ്? വെള്ളം ഉള്ളത് കൊണ്ട് ഇറങ്ങാൻ അതിന് സ്ഥലമില്ലായിരുന്നു. സ്ഥലമില്ലാത്തോണ്ട് അത് തിരിച്ച് നോഹയുടെ അടുക്കൽ മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലേക്കാക്കി.
7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്തേക്ക് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിലതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. കൂട്ടുകാരെ, നാം ആദ്യം കണ്ടു ഒരു മലങ്കാക്കയെ ആരയച്ചു? നോഹ അയച്ചു. അതിനുശേഷം ആരെ അയച്ചത്? ഒരു പ്രാവിനെ അയച്ചു. പ്രാവ് ആദ്യം പോയി, പിന്നെ തിരിച്ചു വന്നു. രണ്ടാമതും നോഹ പ്രാവിനെ പുറത്തേക്ക് വിട്ടു. പ്രാവിനെ പുറത്തേക്ക് വിട്ട ശേഷം പ്രാവ് തിരിച്ചു വന്നപ്പോൾ പ്രാവിന്റെ ചുണ്ടിൽ എന്തുണ്ടായിരുന്നു? ഒരു ഒലിവ് ഇല ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് ഒലിവ് ഇല എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് എങ്ങനെ, ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് എങ്ങനെയാ? പച്ച ഒലിവില. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പച്ച ഒലിവില എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതായത് ഒരു തെളിച്ചം, ഒരു തെളിമ അവിടെ വെളിപ്പെട്ടു. അതായത് വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് ആർക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു? നോഹയ്ക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. അപ്പോൾ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം ഈ പ്രാവിനെ പുറത്തേക്ക് വിട്ടപ്പോൾ പ്രാവ് പിന്നെന്ത് ചെയ്തില്ല? പിന്നെ മടങ്ങി വന്നില്ല. അതിനാൽ എന്ന് നമുക്ക് മനസ്സിലാകും? വെള്ളം പൂർണ്ണമായി മാറി എന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായി. 601 സംവത്സരം 1 മാസം 1 തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി. ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2 മാസം 27 തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. അപ്പോൾ ഭൂമി ഉണങ്ങിയിരുന്ന തീയതി വരെ കർത്താവ് ഈ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു എന്താണ്, നമുക്കൊരു എക്സ്പ്ലനേഷൻ ആണ്, നമുക്കൊരു എക്സാമ്പിൾ ആണ് ഈ ഓരോ കാര്യങ്ങളും. കാരണം എന്താണ്, കർത്താവ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളോട് പറയുമ്പോൾ നാമും നിഷ്കളങ്കതയോടുകൂടി നാമും നേരോടുകൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വരും. ഇവിടെ നോഹയുടെ പേര് ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ നമുക്ക് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, സ്വർഗത്തിലെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ കൂട്ടുകാരെപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം, നിഷ്കളങ്കതയോടുകൂടി എപ്പോഴും കർത്താവോട് പ്രാർത്ഥിക്കണം. കർത്താവച്ച എപ്പോഴും നിഷ്കളങ്കതയേറി എപ്പോഴും നീതിയുള്ളവനായിട്ട് എന്നെ മാറ്റണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനുശേഷം ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യമാരും പുത്രന്മാരും നീയും നിന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും പറവകളും മൃഗങ്ങളും നിലത്തിഴിയുന്ന ഇഴജാതിയുമായ സർവ്വജടത്തിൽ നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരുടെ ഭാര്യയും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളും ഒക്കെയും എല്ലാ പറവകളും ഭൂജനങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. കൂട്ടുകാരെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നു നോഹയും നോഹയുടെ കുടുംബത്തെയും കർത്താവ് നല്ല സുരക്ഷിതയോടുകൂടി. കാരണം എന്താ? നോഹ അത്രയ്ക്ക് നിഷ്കളങ്കനായിരുന്നു. നോഹ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം നോഹയെ കാത്തുകൊണ്ട്, നോഹയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നോഹയെ സുരക്ഷിതമായിട്ട് വെള്ളം ഉണങ്ങിയ ശേഷം നോഹയ്ക്ക് അരുളപ്പാടും കൊടുത്ത് ദൈവാണെങ്കിൽ നോഹയോട് സംസാരിച്ചുകൊണ്ട് നോഹയെ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്തിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം നമുക്ക് എന്തോ കാണാൻ കഴിയുന്നത്? നോഹ ദൈവത്തിന് എന്ത് ചെയ്തു? ഒരു യാഗം അർപ്പിച്ചു. കൂട്ടുകാരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുകയും, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ നമ്മുടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. നമ്മുടെ പ്രോബ്ലത്തിൽ നിന്നോ ഓരോ വിടുതലുകൾ തരും. നമുക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് സങ്കടങ്ങൾ വരുന്ന നമ്മുടെ സങ്കടത്തെ മാറ്റും. എല്ലാം നമ്മുടെ കർത്താവ് ചെയ്യത്തില്ലേ? എന്നിട്ട് നാം പിന്നെ നമ്മുടെ കർത്താവിന് സ്തോത്രം പറയാറുണ്ടോ? എല്ലാ കൂട്ടുകാരും ഇനി അങ്ങനെ പറയണം കേട്ടോ. ഇവിടെ നാം ആദ്യമേ പറഞ്ഞു, ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മൾ സ്തോത്രം പറയുമ്പോൾ, നാം ഹല്ലേലൂയ പറയുമ്പോൾ നാം എന്താണ് അർപ്പിക്കുന്നത്? യഹോവയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് യാഗം അർപ്പിക്കുകയാണ്, ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നോഹ എന്ത് ചെയ്തു? നോഹ ദൈവത്തിനൊരു ഹോമയാഗം അർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായി തീരുവാൻ, ദൈവത്തിന് സന്തോഷം ഉണ്ടാക്കുവാൻ എന്ത് ചെയ്തു? അവിടെ ഹോമയാഗം കഴിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാമും എപ്പോഴും അങ്ങനെയായിരിക്കണം. നമ്മുടെ മുൻപിൽ കർത്താവ് ഓരോ നന്മകളെ ചെയ്തു വരുമ്പോൾ നാം എപ്പോഴും അങ്ങനെയാകണം, കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നവരാകണം. മാത്രമല്ല, നോഹയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവ് ചെയ്യുവാനിടയായി തീരണം. അതിന് നമ്മളുടെ സ്വഭാവം എപ്പോഴും നിഷ്കളങ്കതയും നീതിയുള്ളതുമായി തീരണം.
അപ്പൊ എല്ലാ കൂട്ടുകാരും അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ഭയപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മളുടെ മുൻപിൽ വരാം. എന്നാൽ നാം നിഷ്കളങ്കതയോടുകൂടി നാം നേരോടുകൂടി നടക്കുകയാണെങ്കിൽ നമ്മെ സുരക്ഷിതമായി ഒരു സ്ഥാനത്താക്കുവാൻ, സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാരും വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കാം. നമുക്ക് എന്റെ മെമ്മറി വേഴ്സ് നോക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച മെമ്മറി വേഴ്സ് ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മെമ്മറി വേഴ്സ്? സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതായിരുന്നു നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഇനി ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ളത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു പ്രാവശ്യം കൂടെ പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഓക്കെ, എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ സൺഡേ സ്കൂള് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു വിശ്വസിക്കുന്നു. നമുക്കൊരു ഗാനം പാടി ഇന്നത്തെ സൺഡേ സ്കൂൾ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? ഓക്കെ. എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട് സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട് സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻ ഹൃദയത്തിൽ ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൻ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻ ഹൃദയത്തിൽ ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൻ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. വ്യസനപുത്രനായിരുന്ന ഒരു യെബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ? ഈസഹാക്കിനായി അട്ടുകൊറ്റനെ കരുതിയോ? എനിക്കായി കരുതാതിരിക്കുമോ? വ്യസനപുത്രനായിരുന്ന ഒരു യെബേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ? ഈസഹാക്കിനായി അട്ടുകൊറ്റനെ കരുതിയോ? എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻ ഹൃദയത്തിൽ ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൻ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, എൻ ഹൃദയത്തിൽ ഉയരട്ടെ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ക്രൂശിൻ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൻ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, ക്രൂശിൻ സ്നേഹം മാത്രം എന്റെ ഉള്ളത്തിൻ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. കൂട്ടുകാരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാ കൂട്ടുകാരുടെയും കൂടെ ഇരിക്കട്ടെ. എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട് സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എപ്പോഴും ആ ഒരു ചിന്തയോടുകൂടി ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതമായിരിക്കണം. ദൈവം എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സൺഡേ സ്കൂൾ ഇവിടെ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ,
അപ്പൊ അനുഗ്രഹീതമായ ദിവസത്തിന്റെ നിമിഷത്തിൽ അപ്പന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ കർത്താവെ നീ ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പച്ച സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ മലയാളം സൺഡേ സ്കൂളിനെ നീ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന പച്ച നിന്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലൊക്കെ നോഹയെ അപ്പൻ കാത്തു സൂക്ഷിച്ചതുപോലൊക്കെ അടിയങ്ങളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുമാറാകണമേ. അപ്പന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അടിയങ്ങളെ എടുത്ത് പ്രയോജനപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ അഭിഷേകത്തെ അടിയങ്ങൾ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകത്തിന്റെ ശക്തി അടിയങ്ങളുടെ മേൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്ന് പറഞ്ഞ ഓരോ വചനവും ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൻ ഗോസ്പൽ മിനിസ്ട്രി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കണ്ടുകൊണ്ടിരുന്ന ഓരോ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സകലതും അപ്പന്റെ മുഖത്തിനായിട്ട് സമർപ്പിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൂട്ടുകാരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച സാറ്റർഡേ 4 to 5 ഇങ്ങനെ സൺഡേ സ്കൂൾ ഉണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരും വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാരെയും ഈഡൻ ഗോസ്പൽ മിനിസ്ട്രിയിൽ ഇങ്ങനെ സൺഡേ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും വിളിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം, യേശു കർത്താവിന്റെ സ്നേഹം നമുക്ക് ഈ ലോകമെമ്പാടും അറിയിക്കണം. കർത്താവിന് സന്തോഷമുള്ള ഒരു ജീവിതം നാം എല്ലാവരും നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരെയും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സൺഡേ സ്കൂൾ നിർത്താം. ഓക്കെ, ബൈ.